ആർഡിക്സ് അടുത്ത വിഷയത്തിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം തുറുപ്പുചീട്ടാക്കി കോൺഗ്രസിനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് CPIM. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് ആ നീക്കത്തിന് നേതൃത്വം നൽകുന്നത്. അന്വേഷണം പാർട്ടി നേതാക്കളിലേക്ക് എത്തുന്നതിന്റെ സൂചനകൾ പുറത്തു വന്നതോടെ ഇന്നലെ വരെ പൊക്കിപ്പറഞ്ഞ SITയെ ഒറ്റയടിക്ക് തള്ളിപ്പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. ഒരു മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരത്തിൽ ഊഹാപോഹം ഉന്നയിക്കാമോ എന്ന് ചോദിക്കുന്നു കോൺഗ്രസിന്റെ നേതൃത്വം. തന്റെ നേരെ അന്വേഷണം തിരിയുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് വരെ ആണ് അടൂർ പ്രകാശിന്റെ നിലപാട്. അതിനിടെ ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണവുമായി ബന്ധപ്പെട്ട് SITയുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളുടെ വിശദാംശങ്ങളും ഇന്ന് പുറത്തു വന്നു. പ്രതികൾ ഹാജരാക്കിയ തൊണ്ടി മുതലിൽ SIT സംശയവും ഉന്നയിക്കുന്നുണ്ട്. ആദ്യം RDX. ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തകൾ നിഷേധിക്കുകയാണ് അന്വേഷണ സംഘം. കട്ടിളപ്പാളിയെ കൂടാതെ 5 പാളികൾ കൂടി നഷ്ടപ്പെട്ടുവെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയെ ഉദ്ധരിച്ച് വാർത്തകൾ വന്നത്. എന്നാൽ കട്ടിളപ്പാളി എന്നത് ഒറ്റപ്പാളിയല്ലെന്നും ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത പാളികൾ ഉൾപ്പെടെ 7 പാളികൾ ഉണ്ടെന്നുമാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ആകെ 41.1 കിലോഗ്രാം ചെമ്പുപാളിയിൽ നിന്ന് 409 ഗ്രാം സ്വർണ്ണമാണ് പ്രതികൾ വേർതിരിച്ചത്. ഇതിൽ നിന്ന് വീണ്ടും പാളികളിൽ പ്ലേറ്റ് ചെയ്തതിന് ശേഷമുള്ള സ്വർണ്ണമാണ് പ്രതികൾ കവർന്നത്. ഇതുതന്നെ പൂർണ്ണമായി പ്രതികളിൽ നിന്ന് കണ്ടെടുക്കാൻ ആയിട്ടില്ല. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യമുന കോൺഗ്രസ് നേതാക്കളിലേക്കും നീളുമെന്ന സൂചനയോടെ SITക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നേതൃത്വം. സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തി എന്ന നിലപാടിൽ നിന്ന് പിന്നോക്കം പോവുകയാണ് അവർ. എന്നാൽ അന്വേഷണം സ്വന്തക്കാരിലേക്ക് എത്തിയപ്പോഴുള്ള അങ്കലാപ്പ് എന്ന നിലയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ CPIM തിരിച്ചടിക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. പോറ്റിയെ കയറ്റിയെ എന്ന് പ്രതിപക്ഷം പറഞ്ഞില്ലേ? ആ പോറ്റി ആദ്യം കയറിയത് സോണിയാഗാന്ധിയുടെ ഓഫീസിലാണെന്ന് മുഖ്യമന്ത്രിയുടെ പരിഹാസം. പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അടൂർ പ്രകാശ് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ? ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. ഇതെങ്ങനെയാണ് ഈ 2 പേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇപ്പോൾ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കടകംപള്ളിയുടെ മൊഴിയെടുത്തത് സ്വാഭാവിക നടപടിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ കാര്യത്തിൽ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. CBI അന്വേഷണത്തിൻ്റേതായ ഒരു ഘട്ടം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പൊതുവിൽ കാണുന്നില്ല. കാരണം അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുകയാണ്, അന്വേഷണം ക്രമപ്രകാരം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവർ ചോദ്യം ചെയ്യണമെന്ന് കാണുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അധികാരം SITക്ക് ഉണ്ടാവും. അവരത് ഉപയോഗിക്കുകയും ചെയ്യും. അന്വേഷണം പാർട്ടി നേതാക്കളിലേക്ക് കൂടി നീങ്ങുമെന്ന സാഹചര്യത്തിൽ SITക്കെതിരെ നിലപാടെടുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അന്വേഷണത്തിന്റെ രീതിയിൽ സംശയമുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമാണെന്ന് VD സതീശനും കേസ് CBI അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച അടൂർ പ്രകാശ് വാർത്തകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ആരോപിച്ചു. പ്രതികരണങ്ങൾ കണ്ടുവരാം. SIT മേൽ ശക്തമായ സമ്മർദ്ദമുള്ള തെളിവാണ് ഈ അന്വേഷണ രീതികൾ. അതില്ലെങ്കിൽ ഇത്രയും അതിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത്രയൊന്നും ദിവസം എടുക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് തന്നെ നെല്ലും പതിനും പൂർണ്ണമായിട്ടും തിരിച്ചറിയാമായിരുന്നു. അവരിങ്ങനെ ഓരോ ദിവസവും ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട്. അവർ കോടതി നിയമിച്ച ആളുകളാണ്. അവരെ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല. കൂടുതൽ അന്വേഷണം അനിവാര്യമാണ്. ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വരണം. എന്നാൽ മാത്രമേ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്.
അന്വേഷണം സ്വന്തക്കാരിലേക്ക് എത്തുമ്പോൾ SIT തടയാനാണ് നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് CPIM തിരിച്ചടിച്ചു. സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പരിഭ്രാന്തി എന്തിനാണെന്ന് മന്ത്രി MB രാജേഷ് ചോദിച്ചു. ഇത് യഥാർത്ഥത്തിൽ സംഭവം അവരിലേക്ക് മെല്ലെ മെല്ലെ വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ കൊള്ള ഫലപ്രദമായിട്ട് അന്വേഷിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ ബോധപൂർവമുള്ളൊരിടപാട്. ആ ഇടപെടലിനെ കേരളം അംഗീകരിക്കില്ല. കേരളത്തിൽ നന്നായിട്ട് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി? എന്തുകൊണ്ടാണ് UDF നേതാവിനെ UDF കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ SIT തന്നെ തള്ളിപ്പറയുന്നത്? പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി. സ്വർണ്ണക്കൊള്ളയുടെ ചിത്രം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കട്ടിളപ്പാളി എന്നത് ഒറ്റപ്പാളിയല്ല, അത് ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത പാളികൾ ഉൾപ്പെട്ട 7 പാളികളാണ്. കട്ടിളയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങളുടെ ചെമ്പുപാളികളിലെ സ്വർണ്ണമാണ് മാറ്റിയെന്ന് പറയുന്നത്. രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ചെമ്പുപാളികളിലെ സ്വർണം വേർതിരിച്ചെടുത്തു. കട്ടിളയുടെ മുകൾ പടി ചെമ്പുപാളിയിലെ സ്വർണവും പോറ്റിയും കൂട്ടരും വേർതിരിച്ചു. ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണവും വേർതിരിച്ച് എടുത്തു എന്നാണ് പറയുന്നത്. പോറ്റി എത്തിച്ച പാളികളിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. സ്വർണം വേർതിരിച്ചതിനും ചെമ്പ് പാളികളിൽ സ്വർണം പൂശുന്നതിനും പണിക്കൂലിയായും ഭണ്ഡാരി സ്വർണമെടുത്തു. പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണമെല്ലാം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും കൈവശമാണ് എന്നാണ് SIT പറയുന്നത്. പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് 109.243 ഗ്രാം സ്വർണമാണ്. ഭണ്ഡാരിയിൽ കൽപേഷ് വഴി ലഭിച്ച സ്വർണത്തിന് തുല്യമായ 474.960 ഗ്രാം സ്വർണം ഗോവർദ്ധനും ഹാജരാക്കി. ഇരുവരും ഹാജരാക്കിയ സ്വർണത്തേക്കാൾ കൂടുതൽ വേർതിരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് SIT പറയുന്നത്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി എന്നിവയിലെ സ്വർണ്ണ നഷ്ടം മാത്രമാണ് നിലവിൽ കണ്ടെത്തിയത് എന്നാണ് SITയുടെ പക്ഷം. അറസ്റ്റിലായിട്ട് പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തതിൽ CPIMന് വിമർശനം ഇപ്പോഴും ഉയരുന്നുണ്ട്. പത്മകുമാർ പറഞ്ഞത് പ്രകാരമാണ് ഒപ്പുവെച്ചതെന്നാണ് N വിജയകുമാർ മൊഴി നൽകിയിരുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. പോറ്റി ബന്ധത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയും രേഖപ്പെടുത്തും. പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തതിന് ശേഷമാകും ഈ 2 നീക്കങ്ങളും. ഡി മണിയുടെ പങ്ക് സ്ഥിരീകരിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പോറ്റിയെയും പ്രവാസി വ്യവസായിയെയും അറിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡി മണി. ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ പ്രതിസ്ഥാനത്ത് നിർത്താനും തെളിവ് ലഭിച്ചിട്ടില്ല. ഡൽഹി കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപാടുകൾ നടത്തിയോ എന്ന് കണ്ടെത്താനും SIT തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹി യാത്രയെയും സോണിയാഗാന്ധിയെ കണ്ടതിനെയും പറ്റി പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. പോറ്റി വിളിച്ചതിനാലാണ് സോണിയയെ കാണാൻ ഒപ്പം പോയതെന്നാണ് അടൂർ പ്രകാശിൻ്റെ നിലപാട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതു തരം ബന്ധമാണ് അടൂർ പ്രകാശിനുള്ളത് എന്ന് അന്വേഷണം നിർണായകമാകും. അതേസമയം ഈ NSS സർക്കാരിന് പിന്തുണ ആവർത്തിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ താല്പര്യം ലക്ഷ്യമിട്ടുള്ള പ്രചാരണം തെറ്റാണ് എന്നാണ് G. സുകുമാരൻ നായർ പറയുന്നത്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് സർക്കാർ യുവതീ പ്രവേശന നിലപാട് മാറ്റിയതിനാലാണ് എന്നുമാണ് G. സുകുമാരൻ നായരുടെ വാദം. സനീഷ്, ഇതിപ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ തുടരുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനിടെ സ്വർണത്തിൻ്റെ കണക്കുമൊക്കെ ചെറുതായി അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. ഇന്ന് ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും ഇപ്പുറത്ത് CPIM നേതാക്കളുടെയും ഒക്കെ നിലപാട് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇത് വർഷം ഇന്ന് വളരെ ഭയങ്കരമായ ട്വിസ്റ്റ് അല്ലെങ്കിൽ വലിയൊരു മാറ്റം സംഭവിച്ചതായിട്ടുള്ള തോന്നലാണ് എനിക്ക്. 2025 അവസാന ദിവസമായിരുന്നല്ലോ ഇന്നലെ ഉള്ളതുപോലെയല്ല ഈ സ്വർണ്ണപ്പാളിയിലെ രാഷ്ട്രീയ സാഹചര്യം 2026 1-ാം ദിവസമുള്ളത്. കഴിഞ്ഞ കൊല്ലത്തെ കാര്യമല്ല ഈ പുതിയ കൊല്ലത്തുള്ളത് എന്നൊരു തോന്നൽ എനിക്ക് വന്നു. എന്താണ് ആ മാറ്റം എന്ന് വെച്ചാൽ, ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടുണ്ടല്ലോ, ഭയങ്കര ഹിറ്റാണ്. ഇപ്പം നമ്മളിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മളറിയാതെ നമ്മുടെ നാക്കിലേക്ക് വരുന്ന വിധത്തിൽ ഭയങ്കര ഹിറ്റായ ആ പാട്ട് അതാകെ വന്ന് അറ്റാക്ക് ചെയ്യപ്പെട്ട് വീണ് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലകം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലൊക്കെ CPM അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തൊരു CPMനെയും മറ്റുമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തൊട്ട് സോഷ്യൽ മീഡിയയിലെ സഖാക്കളെ വരെയും ഉള്ള ആളുകളെ കണ്ടത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി തന്നെ ആ വരി ഉദ്ധരിക്കുകയാണ്, ആവർത്തിക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ നിങ്ങൾ കേട്ടില്ല, ആരെ ഇപ്പോൾ കയറ്റിയെന്ന് ചോദിച്ച് സോണിയാഗാന്ധിക്കെതിരെ തിരിക്കുകയാണ്. MB രാജേഷ് ആ പാട്ടിനെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടെ പേടിയുണ്ടെങ്കിൽ ഈ പാട്ട് കൂടി ചേർത്തങ്ങ് പാടിയാൽ മതി എന്ന് പരിഹസിക്കുകയാണ്. അപ്പോൾ അടി കിട്ടിയ വടി പിടിച്ച് തിരിച്ചടിക്കാനുള്ള ഒരു തീരുമാനം ഇന്നലത്തെ CPM നേതൃയോഗങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലെ CPM നേതൃയോഗങ്ങളിൽ CPM നേതാക്കളെടുത്തോ എന്ന തോന്നലുണ്ടാക്കുന്ന വിധമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് തിരിച്ചടിക്കുകയാണ് എന്ന് വെച്ചാൽ സോണിയാഗാന്ധിയുടെ ചിത്രം നിങ്ങളുടെ നേതാക്കളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന പ്രചാരണം, വാർത്ത അങ്ങനെയൊക്കെ അങ്ങ് വരികയാണ്.
അപ്പോൾ പെട്ടെന്ന് ഈ രാഷ്ട്രീയ സാഹചര്യം മാറിയതറിഞ്ഞ് അല്ലെങ്കിൽ മാറുകയാണ് എന്നൊരു തോന്നലുണ്ടായിട്ട്, അല്ലെങ്കിൽ ഇവരിതിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് CPM നേതാക്കളും മുഖ്യമന്ത്രിയും എന്ന് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ് ഉടനടി അവരുടെ സ്ട്രാറ്റജിയും പുതുക്കി. എന്താണ് ആ സ്ട്രാറ്റജി? SIT, ഇന്നലെ വരെ അവർ വിശ്വസിച്ചുകൊണ്ടിരുന്ന SIT കൊള്ളാം എന്ന നിലപാട് പറഞ്ഞുകൊണ്ടിരുന്ന, ഒരു അക്ഷരം തിരിച്ചു പറയാതിരുന്ന SIT CPMൻ്റെ കയ്യിൽ ആയുധമാവുകയാണോ എന്ന സംശയം VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് എല്ലാവരും മുന്നോട്ട് വെക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P ശശി തനിക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. SITയിലേക്ക് ആളുകളെ, പ്രധാനപ്പെട്ട ചില SIT നിന്ന് വാർത്തകൾ ചോർത്തിയെടുത്ത് സർക്കാരിനും മറ്റും നൽകാനായിട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് VD സതീശനും മറ്റും പറയുകയാണ്, KC വേണുഗോപാൽ പറയുകയാണ്. അപ്പോൾ സാഹചര്യം മാറ്റുന്നു CPM, അതിനകത്ത് ഭയപ്പെടാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ഈ ആയുധമെടുത്ത് തിരിച്ച് അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അല്ല അതിനെ തടയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ SIT CPMൻ്റെ കയ്യിൽ ആയുധമാവുകയാണ് എന്ന് കോൺഗ്രസ് പറയാൻ പോകുന്ന കാര്യം വിജയിക്കുമോ എന്ന കാര്യം അവർ ഒന്നുകൂടെ ആലോചിക്കണം. കാരണം നേരത്തെ VD സതീശൻ ഇവിടെ പ്ലേ ചെയ്ത ആ ബൈറ്റിൽ തന്നെ VD സതീശൻ പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണത്? കോടതിയുടെ മേൽനോട്ടത്തിലാണ് SIT പ്രവർത്തിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന SITയെ നേരാവണ്ണം പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല, സർക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ കോടതി അവിടെ വെറുതെ ഇരിക്കുകയല്ല. SIT ഓരോ സമയവും റിപ്പോർട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ്. SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെങ്കിൽ അടൂർ പ്രകാശ് ചോദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് അവിടെ ബോധ്യപ്പെടുത്തിയാലേ പറ്റൂ. ഇവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുകയാണെന്നുള്ള കാര്യം കോടതിയുടെ നിരീക്ഷണത്തിൽ കൂടിയുള്ള കാര്യമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ നിരീക്ഷണത്തിൽ ഇല്ലാത്ത ഒരു അന്വേഷണ സംഘം ആയിരുന്നു ഇത് അന്വേഷിക്കുന്നതെങ്കിൽ എന്നതുപോലെ വിലപ്പോവുകയില്ല കോൺഗ്രസിൻ്റെ ഈ തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശ്രമം എന്ന് നമ്മൾ കാണണം. അപ്പോൾ യഥാർത്ഥത്തിൽ CPM തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ബുദ്ധിമുട്ടിലായോ സ്വർണ്ണ കൊള്ള കേസിൽ, കാരണം അവരുടെ 2 നേതാക്കൾ പ്രധാനപ്പെട്ട ജയിലിൽ കിടക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും കാര്യം പറയാൻ പറ്റില്ല, അവരെ എന്തുകൊണ്ട് അവർക്ക് നടപടിയെടുത്തില്ല എന്ന കാര്യം വ്യക്തമായിട്ടും നമുക്ക് ചോദിക്കാവുന്ന സാഹചര്യമുണ്ട്. ജനം അതിന്മേലുള്ള രോഷം രേഖപ്പെടുത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ചരിത്രരേഖ കൂടിയായിട്ടൊരു പാട്ട് അന്തരീക്ഷത്തിൽ ആകെ മുഴങ്ങിക്കേൾക്കുകയാണ്. നഴ്സറി കുട്ടികൾ തൊട്ട് ഏറ്റവും പ്രായം ചെന്ന ആളുകൾ ആ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വർണം ഇത് എന്താണ്, ഇയാളെ കയറ്റിയത് ആരപ്പാ, സ്വർണം ചെമ്പായി മാറ്റിയത് ആരാണ്, സഖാക്കളാണേ അയ്യപ്പ എന്ന പാട്ട് അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. അപ്പോൾ അതവിടെ ഉണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ കൈകൾ ശുദ്ധമാണോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അടൂർ പ്രകാശ്, ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ചിത്രം, ഹർഷ നോക്കൂ, സോണിയാഗാന്ധിയുടെ ചിത്രം എന്നത് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ സോണിയാഗാന്ധിയെപ്പോലൊരു നേതാവിനടുത്തേക്ക് ചെന്നൊരു ചിത്രമെടുക്കാൻ ഈ സംസ്ഥാനത്തെ ഏത് ലെവൽ വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ കഴിയും എന്നൊന്ന് ആലോചിച്ചു ഹർഷൻ. എത്ര കോൺഗ്രസ് നേതാക്കൾ കഴിയും? അതായത് ഞാൻ ഡൽഹിയിൽ പോയിട്ട് എനിക്ക് സോണിയാജിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നൊരു കോൺഗ്രസ്സുകാരൻ, ഒരു ജില്ലാ തലത്തിൽ പിടിപാടുള്ള ഒരു നല്ല ചെറുപ്പം മുതലേ KSUക്കാരനായിട്ട് വളർന്നു വന്നൊരു കോൺഗ്രസ് നേതാവിന് വിചാരിച്ചാൽ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. പറ്റില്ല. ഇന്ന് അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അവർ അല്പം പിൻവാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പോറ്റി ഫോട്ടോ എടുത്തിരിക്കുന്ന കാലത്ത് പോലും അത് സാധിക്കുന്ന കാര്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിലെ നേതാക്കൾക്ക് പോലും അവിടെ ചെന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ സോണിയാഗാന്ധിക്കൊപ്പം ഈ പോറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തോടൊപ്പം ഈ പോറ്റിക്കൊപ്പം മറ്റ് നേതാക്കൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഞങ്ങളേതാ SIT നാളെ അടൂർ പ്രകാശിനോ അല്ലെങ്കിൽ മറ്റൊരു നേതാവിനോ വന്ന് SIT ചോദ്യം ചെയ്യാൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക എന്നതല്ലാതെ ഈ ഫോട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ എന്ന രാഷ്ട്രീയമായ ചോദ്യം അവിടെ നിൽക്കും. അതിനകത്തുള്ള അഡീഷണൽ ആയിട്ടൊരു പ്രശ്നം എന്താണ് കോൺഗ്രസ്സിന് ഹർഷ? അതായത് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ CPMകാർ പരിഗണിക്കപ്പെടുന്ന അവിശ്വാസികളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അവരിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടാവും, നേതാക്കന്മാരുണ്ടാവും. പക്ഷേ അവരൊരല്പം കുഴപ്പം കാണിച്ചാൽ ഉള്ളതിനേക്കാൾ വലിയ ആഘാതമായിരിക്കും UDFൻ്റെ നേതാക്കൾക്ക് നേരെ ഇത്തരമൊരു ആരോപണം വന്നാൽ. ഞാൻ പറയുന്നത് നമ്മൾ ആദ്യഘട്ടം മുതൽ RDX വിലയിരുത്തുന്നൊരു കാര്യമുണ്ട്. അതായത് ഒന്നാം ശബരിമല പ്രശ്നം എന്ന് വെച്ചാൽ ശബരിമലയിലേക്ക് സ്ത്രീകൾ കയറുന്നു എന്ന വിവാദം വന്നതിനെ രാഷ്ട്രീയമായിട്ട് അതിനേക്കാൾ 10 മടങ്ങ് അല്ലെങ്കിൽ അതേക്കാൾ കൂടുതൽ മടങ്ങ് ആഘാതശേഷിയുള്ള സംഭവമാണിത്. കാരണം അമ്പലം, അതും ഒരു പുണ്യക്ഷേത്രം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല എന്ന പുണ്യക്ഷേത്രത്തിൽ നിന്ന് സ്വർണവും സ്വത്തുക്കളും കള്ളക്കടത്ത് നടത്തിയെന്ന് വെച്ചാൽ അത് കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ BJPക്കാരോ ആരോ ആയിക്കോട്ടെ, അവരോട് ഭയങ്കരമായ ജനരോഷം ഉണ്ടാകില്ലേ? ജനരോഷം ഉണ്ടാകും. അപ്പോൾ ആ ജനരോഷം കമ്മ്യൂണിസ്റ്റുകാരോട് ഉണ്ടാകുന്നതിനേക്കാൾ 100 ഇരട്ടിയായിട്ടായിരിക്കും കോൺഗ്രസ്സുകാരിൽ അത് പ്രതിഫലിക്കുക. അതായത് ഒരു കോൺഗ്രസ് നേതാവ് നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ ഇയാളെ ഈ സ്വർണ്ണക്കടത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇയാൾ സോണിയാഗാന്ധിയുമായിട്ട് ഫോട്ടോ എടുക്കാൻ പോറ്റിയെ സഹായിച്ചു എന്നൊരു നരേറ്റീവ് വന്നാൽ, ഞാൻ പറഞ്ഞതിൻ്റെ വസ്തുതയെക്കുറിച്ചല്ല, എന്നൊരു നരേറ്റീവ് വന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടും കോൺഗ്രസ്സുകാരൻ എന്ന കാര്യത്തിൽ ഇത് കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടാവില്ലോ, ആർക്കും സംശയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടടിച്ച വടി അവർ പിടിച്ച് തിരിച്ചിങ്ങോട്ട് അടിച്ചാൽ അവർക്ക് കൊള്ളുന്നതിനേക്കാൾ കനത്തിലാണ് തങ്ങൾക്ക് കൊള്ളുക എന്ന കാര്യം നല്ല ബുദ്ധിയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ എന്താ സംഭവിക്കുക കോൺഗ്രസ്സുകാർക്കിടയിൽ? ഇങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് ചെന്നപ്പെടുന്ന ആളുകളെ കോൺഗ്രസ്സുകാർ ചെയ്യുക എന്താണ്? അവരെ കുത്തി അകറ്റിക്കളയുക ചെയ്യുക, അല്ലേ?
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലക്ക് വീഴാൻ പോകുന്ന കുഴപ്പം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിൽ ചെന്ന് പെട്ടിരിക്കുന്ന ഒരാളെ തള്ളിക്കളയുക എന്നതേ അവർക്ക് നിർവാഹം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 2026 എന്ന തെരഞ്ഞെടുപ്പ് വർഷത്തിലെ 1-ാം ദിവസമാണ്. ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള എന്ന വലിയ വിഷയത്തിലെ ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ ഈ വലിയ കൗതുകകരമായ മാറ്റം അതിഗംഭീരമായിട്ടുള്ള നമ്മൾ അതിസൂക്ഷ്മമായിട്ട് നോക്കേണ്ടുന്ന നല്ല രസകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്ന് വെച്ച് ഞാൻ ഈ പറഞ്ഞു നിർത്തുമ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് CPM ആകപ്പാടെ ഗുണമാവുകയാണ്, കോൺഗ്രസ് ആകെ ഇക്കാര്യത്തിൽ ക്ഷീണിച്ചു പോവുകയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇന്നലെ വരെ കണ്ടതുപോലെയല്ല ഇപ്പോൾ സാഹചര്യമുള്ളത്. കോൺഗ്രസ്സിന് നേരെയും ചൂരലുകൾ ഇവർ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ അവരുടെ കോൺഫിഡൻസോടെയുള്ള സംസാരം വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇവർക്ക് ആകെ സുഖകരമായിട്ടുള്ള സാഹചര്യമാണ്. മുഖ്യമന്ത്രി ഇതോടെ വിജയിച്ചു കഴിഞ്ഞു, കോൺഗ്രസ് ആകെ പരാജയപ്പെട്ടു പോയേ എന്നല്ല ഞാൻ പറയുന്നതെന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ ആണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതിയാണെങ്കിൽ കൂടി പ്രതിപക്ഷം കോൺഗ്രസ് ഇന്ന് ആരോപിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന സംഘമാണ് എന്നാണല്ലോ. അപ്പോൾ അതിൽ വിശ്വാസമില്ല. പിന്നെ ഇനി വിളിക്കാൻ അവരാഗ്രഹിക്കുന്നത് CBI അന്വേഷിക്കണം എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്ന്. അപ്പോൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട്. കെ സുരേന്ദ്രൻ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്നറിയോ? സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, അതിന് എന്തുകൊണ്ട് SIT തയ്യാറാകുന്നില്ല എന്നാണ്. ഇത് CBI അന്വേഷിക്കണം എന്നുള്ള ആവശ്യമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട കക്ഷികൾ, അതായത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കൊണ്ടുവച്ചിരിക്കുന്ന വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ തുടർന്നുള്ള ചർച്ചകളിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണ്, അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്വർണം കട്ടയാളും അത് വാങ്ങിയ ആളും ഒരുമിച്ചാണുള്ളത്. അതായത് എത്ര കാലം മുമ്പാന്ന് ഓർക്കണം, ശബരിമലയിൽ പോറ്റി 2004 മുതലുണ്ട്. 2011-ലും 2014-നും ഇടയ്ക്കുള്ള ഒരു കാലത്താണ് പോറ്റി അടൂർ പ്രകാശിനൊപ്പം പോയിട്ട് അവിടെ ഫോട്ടോ എടുത്തിരിക്കുന്നത്. 2014-ലാണെന്ന് തോന്നുന്നു ഫോട്ടോ എടുത്തിരിക്കുന്നത് അവിടെ പോയിട്ട്. അപ്പോൾ UDFൻ്റെ ഭരണകാലത്ത് ആണ് ഈ സോണിയാഗാന്ധിയെ കണ്ട് അവിടെ പോയി ഫോട്ടോ എടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഒപ്പമുള്ളത് ആരാണ്? ഇപ്പോൾ സ്വർണം കട്ടിട്ടുള്ളയാളും ആ സ്വർണം വാങ്ങിയ ആളും. ഈ രണ്ടുപേരും 2014-ൽ തന്നെ ഒരുമിച്ചുണ്ട് എന്നുള്ള പോയിൻ്റാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കാരണം ഇവർ തമ്മിൽ അന്നേ ബന്ധമുണ്ട്. അവർ ശബരിമലയിലെ പ്രധാനപ്പെട്ട ആളാണ്. ഇനി അടൂർ പ്രകാശ് പറയുന്നത് എന്താണ്? അടൂർ പ്രകാശ് പറയുന്നത് ഈ വ്യക്തി പോറ്റി ശബരിമലയിലെ പ്രധാനപ്പെട്ട ആളാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നിസ്സാരമായിട്ട് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഇപ്പം ഞാൻ ചെന്നിട്ട് പറയുകയാണ് ഞാൻ വേറെ അമ്പലത്തിലെ ഹർഷം പോറ്റി എന്ന് പറയുന്നത് ഞാനൊരാൾ വരൂ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അടൂർ പ്രകാശ് ഇറങ്ങി പോരുമോ? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. മാത്രമല്ല ഇവരെ എല്ലാവരെയും ഒരുപക്ഷെ പോറ്റി പറ്റിച്ചിട്ടുണ്ടാവാം. ഈ പറയുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ മോൻസൺ മാവുങ്കൽ പറ്റിച്ചതുപോലെ ഇവരെ എല്ലാവരെയും പറ്റിച്ചിട്ടുണ്ടാവും. എന്നാൽ പിന്നെ പറ്റിച്ചതാണെന്ന് സമ്മതിക്കണം. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ ഒരു വാളായി എൻ്റെ തലയ്ക്ക് മേൽ വീഴുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും കിടന്ന് ഉരുളുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്, ഒരു തട്ടിപ്പുകാരൻ ഇങ്ങനെ പല നമ്പറുകളും കാണിക്കും. മോൻസൺ മാവുങ്കൽ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചു. അവിടെ പോയിട്ട് ആരൊക്കെയാണ് കളക്ടർ ബ്രോ മുതൽ നമ്മൾ ഇവിടെ പറയുന്ന എന്താണ് മുൻ DGP മുതൽ സകല കെ സുധാകരൻ മുതൽ സകല കക്ഷികളും പോയി സാഷ്ടാംഗം വീണു മോൻസൺ മാവുങ്കലിൻ്റെ അടുത്ത്. അപ്പോൾ അതുപോലെ ഒരു തട്ടിപ്പുകാരൻ വിചാരിച്ചാൽ ഇങ്ങനെ പലതും നടക്കുന്ന സംസ്ഥാനവും രാജ്യവുമാണിത്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചതാവാം. പക്ഷേ ഇവിടെ ഒരു സാധ്യത കണ്ടു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ സാധ്യത കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും വിചാരിച്ചതിനേക്കാൾ അപ്പുറം ഹിറ്റായി അവരുടെ ആ നീക്കം മാറുകയും ചെയ്തു. അപ്പോൾ അത് കാരണം ഇപ്പോഴും അതിൻ്റെ അനുരണനങ്ങൾ ഇങ്ങനെ തുടരുകയാണല്ലോ. അപ്പം ഈ പാട്ട് തന്നെ ഈ സർക്കാരിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും MP രാജേഷിനും ഒക്കെ ഏറ്റെടുക്കാൻ തക്കവണ്ണം ഒന്നായി തന്നെയാണ് അതിപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ തിരിച്ചു പ്രയോഗിക്കണമെങ്കിലും ആ പാട്ട് തന്നെ വേണം എന്ന തരത്തിൽ ആ പാട്ടടക്കം ഈ വിഷയമടക്കം ഹിറ്റായി. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു. ഇനി അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തിക്കൊണ്ട് പോകാമെന്നാണ് പ്രതിപക്ഷം കരുതിയത്. അപ്പോഴാണ് ഈ ഫോട്ടോകളിലേക്ക് ആരാ ആ ചർച്ച തുടങ്ങി വെച്ചത്? ഇപ്പോഴല്ല, മുഖ്യമന്ത്രി നേരത്തെ തുടങ്ങി വെച്ചു ആ വിഷയത്തിലുള്ള ചർച്ച. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ട് പിന്നാലെ ആ വിഷയത്തിൽ ചർച്ച മുഖ്യമന്ത്രി തുടങ്ങി വെച്ചതാണ്. ആ റൂട്ടിലാണ് ഇത് പോകുന്നത്. സ്വാഭാവികമായും വേണമെങ്കിൽ കോൺഗ്രസിന് ആരോപിക്കാം ഇത് മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചനയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഗൂഢാലോചനയാണെന്നൊക്കെ. പക്ഷേ ഏത് ഘട്ടത്തിലാണ് ഈ ആരോപണം വരുന്നത്? അത് അടൂർ പ്രകാശിനൊപ്പം ഈ സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയയാളും സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിൽക്കുന്ന ഫോട്ടോ വരുമ്പോഴാണ്. കാരണം അങ്ങനെ ആ ചർച്ച വരുമ്പോഴാണ്. ഇനി ഈ ഗോവർദ്ധനെയും ഈ കക്ഷികളെയും ഇവർക്ക് ആർക്കും അറിയാത്ത ആളുകളാണ് എന്ന് പറയാൻ പറ്റില്ല.
ഈ ഫോട്ടോ കണ്ടിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇവർ ഉന്നയിച്ചത്. വി ഡി സതീശൻ പറയുന്നത് ഞാൻ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കില്ല എന്ന്. പക്ഷേ അടിസ്ഥാനപരമായി ഈ ഫോട്ടോയെ അടിസ്ഥാനമാക്കി തന്നെയാണ് എല്ലാ ആരോപണങ്ങളും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നോക്കിയാൽ ഏറ്റവും ഗുരുതരമായ ആഘാതശേഷിയുള്ള ഫോട്ടോ ഏതാണ്? ഈ ഫോട്ടോയാണ്. കാരണം വിറ്റയാളും വാങ്ങിയാൽ, അതായത് മോട്ടിച്ചയാളും ഇത് സ്വർണം മേടിച്ചയാളും എല്ലാം ഈ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അവതരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആ വിഷയം പറയാം, ആരും നിഷേധിച്ചിട്ടില്ല ഫോട്ടോ, ആരും ഇങ്ങനെ കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇത് AI ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല, യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്, പോയിട്ടുണ്ട്, ഇതെല്ലാം വസ്തുതാപരമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നെല്ലും ബദരും തിരിയേണ്ടതുണ്ട്. ഒന്നുകിൽ ഞാൻ കബളിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളത് ഇവരങ്ങ് സമ്മതിക്കണം, അതല്ലെങ്കിൽ എന്താണ്, അല്ല അത് ചുമ്മാ സമ്മതിച്ചാൽ മാത്രം പോരാ. ഇത്തരത്തിൽ ഈ ഗുരുതരമായ കുഴപ്പം ചെയ്തവർ 2004 മുതൽ അവിടെയുള്ള പോറ്റി. പിന്നെ ഇതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. പത്മകുമാർ അപ്പോഴും ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ദൈവസമാനൻ എന്നുള്ളതാണല്ലോ. ആരാണ് ദൈവസമാനൻ എന്നുള്ളതിലൊരു സ്ഥിരീകരണം വേണ്ടേ? ഇവരെല്ലാം അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനും സകല ആൾക്കാരും അംഗീകരിക്കുന്ന, പത്മകുമാറും എല്ലാം അംഗീകരിക്കുന്ന ഒരാൾ ഇതിന് പിന്നിൽ ഉണ്ടെങ്കിൽ അത് ആരാണെന്നുള്ളത് വരണ്ടേ? അത് ദൈവസമാനനായ ഒരാൾ ശബരിമലയിൽ ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നതിലേക്ക് അന്വേഷണം പോകണ്ടേ? അത് മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത്. പിന്നെ ഈ കാര്യത്തിൽ കോടതിയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനം. കോടതിക്ക് SITയിൽ ഒരു പരാതിയില്ല. SIT മികച്ച രീതിയിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് കോടതി ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ കോടതി എന്ത് പറയുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതുവരെ SITയുടെ അന്വേഷണം ശരിയായ ഗതിയിലാണ് എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ വേർതിരിച്ച് കിട്ടിയ 400 ഗ്രാം സ്വർണത്തിൽ നിന്ന് കുറച്ചവർ പൂശിയിട്ടുണ്ട്, ബാക്കി സ്വർണ്ണമാണ് ഇവർ കൊണ്ടുപോയിരിക്കുന്നത്. അത് പൂർണ്ണമായും ഇവരിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കം പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റുക അതല്ലെങ്കിൽ ആ സ്വർണം കട്ടുകൊണ്ടു പോവുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം നമുക്ക് പറയാൻ കഴിയില്ല. അതുകൂടി ഇന്നത്തെ ദിവസം വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു വലിയ അളവ് സ്വർണ്ണമല്ല ഈ സ്വർണത്തിൻ്റെ കണക്കിലേക്ക് അവസാനം വരുമ്പോൾ വന്ന് പെടുന്നത്. അവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ വാജിവാഹനം മുതൽ ഇപ്പോൾ അവിടെ ഇരുന്ന് ഇളക്കിക്കൊണ്ട് പോയത് തന്നെയാണോ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഈ പരിശോധനകൾ വരെ ഇനി നടക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഈ വാജിവാഹനമൊക്കെ എന്തിനാണ് ഉപയോഗിച്ചത്, അവിടെ നിന്നുള്ള ശില്പങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചത്, ഇതെല്ലാം അല്ലെങ്കിൽ അവിടുന്ന് ഈ സ്വർണ്ണപ്പാളികൾ എന്തിനാണ് ഉപയോഗിച്ചത്, ഇതെല്ലാം പൂജ നടത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണല്ലോ. ജയറാമിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്, ഇവിടെ എല്ലാം കൊണ്ടുവന്ന് പൂജ നടത്തിയിട്ടുണ്ട്. ഇതെന്താ നിസ്സാരമായിട്ട് ഇവർക്ക് പോറ്റിക്കൊരു നേർച്ചയുണ്ടായിരുന്നു, ഇവരുടെ എല്ലാവരുടെയും വീട്ടുകളിൽ കൂടെ കൊണ്ടുപോയി ഇത് പൂജ നടത്തിയേക്കാന്ന്? അല്ല, ഇത് കാശിൻ്റെ ഇടപാടാണ്. ഇതൊക്കെ നല്ല പൈസ മേടിച്ചിട്ട് നടത്തുന്ന പൂജകളാണ് ഇതെല്ലാം. അപ്പോൾ ആ പൂജ നടന്നിട്ടുണ്ട്, അതിൻ്റെ പൈസ ആരുടെ കയ്യിലൊക്കെ കിട്ടി? ഈ സ്വർണം കൊണ്ടുപോയ വഴി മാത്രമല്ല SIT അന്വേഷിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഈ പൂജ നടത്തി കൂടിയാണല്ലോ, ഇവിടുത്തെ സാധനം കൊണ്ടുപോയി വെച്ച് പൂജ നടത്തി കൂടിയാണല്ലോ അത് SIT അന്വേഷിക്കുന്നുണ്ടാവാം തീർച്ചയായും. ആ വഴിക്കാരൊക്കെ കാശുണ്ടാക്കി എന്നതുകൂടി അന്വേഷിക്കണം. ഈ മുതിർന്ന നേതാക്കളോടൊപ്പം അല്ലെങ്കിൽ അവരുടെ വസതികളിലേക്കൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്തരത്തിൽ ചില പൂജകൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നതുകൂടി അന്വേഷിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പരിപൂർണ പ്രതിരോധത്തിലായിരുന്ന സർക്കാരും CPIM-ഉം ആക്രമണമാണ് മികച്ച പ്രതിരോധമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായ പോറ്റിയെ കയറ്റിയത് ആര് എന്ന ചോദ്യം കോൺഗ്രസിന് നേരെ തിരിച്ചു വയ്ക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ടാണ്. ആ പാട്ട് ഒന്നുകൂടി പാടൂ കേൾക്കട്ടെ എന്ന് പരിഹസിക്കാൻ മാത്രം ഫ്രണ്ട് ഫുട്ടിൽ കയറിയാണ് മറ്റു നേതാക്കളുടെ ആക്രമണം. ഇന്നലെ വരെ SITയെ പിന്തുണച്ച കോൺഗ്രസ് നേതൃത്വമാകട്ടെ കളം മാറി ചവിട്ടി തുടങ്ങിയിരിക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിലെ മുഖ്യ ചർച്ചാ വിഷയങ്ങളിലൊന്ന് ശബരിമലയിലെ കൊള്ള തന്നെ ആയിരിക്കുമെന്ന് ഏതായാലും ഉറപ്പാണ്. രാഷ്ട്രീയ ബന്ധങ്ങൾ അന്വേഷിക്കപ്പെടണം എന്ന വാദത്തിനും അന്വേഷണം രാഷ്ട്രീയ ആയുധമാകരുത് എന്ന എതിർവാദത്തിനുമിടയിൽ ഈ തർക്കം ഇനിയും തുടരും. വിവാദങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും അപ്പുറം പൊതുജനങ്ങൾക്ക് ആവശ്യമായത് ഒന്നേ ഒന്നാണ്: സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം. അതിന് ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെയുണ്ട് എന്ന് RDX കരുതുന്നു. ഒരിടവേളയിലേക്ക്.